ഗിരീഷേട്ടാ, രജനീച്ചയുടെ കാര്യം ഔപചാരികമായിട്ടൊന്ന് സംസാരിക്കാനാ ഞാൻ ദേവിയും വന്നേ. രണ്ടുപേരുടെ മനസ്സിന്റെ അടുപ്പം എല്ലാവർക്കും അറിയാം. ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അന്ന് വിവാഹം നടന്നില്ല. കാര്യങ്ങള് അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ വളരെ സന്തോഷത്തിലാ. രജനി എന്തു പറഞ്ഞു? രജനി ചേച്ചി ഇനി പ്രത്യേകിച്ച് പറയണോ ഗിരീഷേട്ടാ? ചേച്ചിയുടെ മനസ്സ് ഗിരീഷേട്ടന് അത്രയും വേറെ ആർക്കറിയാം? ചേച്ചി മറ്റൊരു കാര്യം പറഞ്ഞു. എന്താ? രജനി ചേച്ചിക്ക് ഇതിപ്പോ രണ്ടാം വിവാഹോ. ഇവിടെ വീട്ടില് അമ്മയ്ക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുമെന്നൊരു സംശയം. ഷെടാ, കെട്ടുന്നത് അവര് തമ്മിൽ, അഭിപ്രായം പറയേണ്ടതും അവര്. അതിന്റെ ഇടയിൽ അമ്മയെ പിടിച്ചിടുന്ന എന്തിനാ? പിന്നെ ഞാൻ എന്റെ അഭിപ്രായം പറയാം. പറയട്ടെ ഗിരി? അമ്മ പറയ്. ജീവിതമല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊരു കുറ്റമൊന്നുമല്ല. ആദ്യ വിവാഹം ആ മോക്ക് ഇഷ്ടമില്ലാതല്ലേ നടത്തിയത്. അപ്പോ ഇനി നടക്കാൻ പോകുന്നതാണ് അതിന്റെ ഒന്നാം വിവാഹം. ഇഷ്ടത്തോടെ നടക്കാൻ പോകുന്ന വിവാഹം. കല്യാണ ചെറുക്കൻ എന്താ ആലോചിക്കുന്നത്? നിന്റെ അഭിപ്രായം പറ. അല്ല, നന്ദന്റെ അമ്മ എന്തോ പറയട്ടെ. ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ്. ഗിരിയേട്ടനും അമ്മയ്ക്കും താല്പര്യമാണെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. രജനി എനിക്ക് എന്നെ വിളിച്ചിറക്കിക്കൊണ്ടുവരായിരുന്നു. നന്ദനെ പോലെ അവളൊന്ന് ചിന്തിച്ചത് നിങ്ങളുടെ കുടുംബത്തെ പറ്റിയ. അമ്മയുടെ അനുവാദം വാങ്ങിച്ച് ഒരിക്കലും നടക്കില്ല എന്നായപ്പോ കൂടെ വരാനും തയ്യാറായി. പക്ഷേ പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതിയെന്ന് വെച്ചു. കാലങ്ങൾ കടന്നുപോയി. രജനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോ ഇനി എന്റെ അഭിപ്രായം എന്താന്ന് ഞാൻ പറയണ്ടല്ലോ. ഞങ്ങൾക്ക് സന്തോഷമായി ഗിരീഷേട്ടാ. അപ്പോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം. അല്ല, സ്ത്രീധനക്കാര്യൊന്നും പറഞ്ഞില്ല. എത്രയാ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോ അമ്മേ. ചന്ദ്രോത്തുള്ളവർക്ക് കോടികളുടെ കച്ചവടമായിരിക്കുമല്ലോ വിവാഹം. എത്ര കോടി വെച്ചളന്നാലും അതിനേക്കാൾ വിലയുണ്ടാവും രജനീച്ചിക്ക്. ഇത് പണ്ട് ഗിരി പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, കോടികളെക്കാളും രജനിമോളെക്കാളും എനിക്കെന്റെ മോന്റെ ഇഷ്ടമാ പ്രധാനം. സത്യം പറഞ്ഞ എനിക്കെന്റെ മനസ്സങ്ങ് നിറഞ്ഞു.